ഒരു മുതിർന്ന വ്യക്തിക്ക് ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ സുഖകരമായ ഉറക്കം അത്യാവശ്യമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ ഇന്നത്തെ മാറിവരുന്ന ജീവിതശൈലിയും മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗവും കാരണം ഭൂരിഭാഗം ആളുകൾക്കും ആവശ്യത്തിന് ഉറക്കം ലഭിക്കുന്നില്ല. തുടർച്ചയായി ഉറക്കം കുറയുന്നത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായി തകിടം മറിക്കും. ഇത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത ഇരട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഉറക്കം കുറയുമ്പോൾ ശരീരത്തിലെ മെറ്റബോളിസം മന്ദഗതിയിലാവുകയും വിശപ്പ് കൂട്ടുന്ന ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇത് പെട്ടെന്ന് തടി കൂടാനും ടൈപ്പ് 2 പ്രമേഹം വരാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ശരീരം രോഗാണുക്കൾക്കെതിരെ പോരാടുന്ന സൈറ്റോകൈനുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉറക്കം കുറയുമ്പോൾ രോഗപ്രതിരോധശേഷി നശിക്കുകയും അടിക്കടി പനിയും മറ്റ് അണുബാധകളും വരാൻ കാരണമാകുകയും ചെയ്യും. ശാരീരിക പ്രശ്നങ്ങൾ കൂടാതെ മാനസികാരോഗ്യത്തെയും ഇത് ഗുരുതരമായി ബാധിക്കും. ആവശ്യത്തിന് ഉറക്കം കിട്ടാത്തവരിൽ പെട്ടെന്ന് ദേഷ്യം വരിക, മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദീർഘകാലത്തെ ഉറക്കമില്ലായ്മ കടുത്ത വിഷാദരോഗത്തിലേക്ക് വരെ നയിച്ചേക്കാം. നമ്മൾ പകൽ സമയത്ത് പഠിക്കുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ തലച്ചോർ ഓർമ്മകളായി സൂക്ഷിച്ചു വെക്കുന്നത് രാത്രിയിലെ ഉറക്കത്തിലാണ്. ഉറക്കം കുറയുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും കാര്യങ്ങൾ വേഗത്തിൽ മറന്നുപോവുകയും ചെയ്യുന്നു. ഉറക്കച്ചടവോടെ വാഹനമോടിക്കുന്നത് മദ്യപിച്ച വാഹനമോടിക്കുന്നതിനേക്കാൾ അപകടകരമാണ്. ഡ്രൈവിംഗിനിടയിൽ അറിയാതെ ഒരു നിമിഷം കണ്ണടഞ്ഞു പോകുന്ന അവസ്ഥ വലിയ റോഡപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. തലച്ചോറിന് കൃത്യമായ വിശ്രമം ലഭിക്കാത്തതിനാൽ ശരിയായ തീരുമാനങ്ങൾ കൃത്യസമയത്ത് എടുക്കാൻ കഴിയാതെ വരികയും ഇത് ജോലിസ്ഥലങ്ങളിലും ഫാക്ടറികളിലും അബദ്ധങ്ങളും അപകടങ്ങളും ഉണ്ടാക്കാൻ ഇടയാക്കുകയും ചെയ്യും. ആരോഗ്യകരമായ ജീവിതത്തിന് ഉറക്കം അത്യാവശ്യമായതിനാൽ രാത്രിയിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാനും കൃത്യസമയത്ത് കിടക്കാനും ചായയും കാപ്പിയും രാത്രികാലങ്ങളിൽ ഒഴിവാക്കാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്.